കർത്താവിനെ വാഴ്ത്തുന്ന എല്ലാ കർത്താവിന്റെ മക്കളെയും കർത്താവിന്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹബന്ധനത്തെ അറിയിക്കുന്നു. എല്ലാവരുടെയും അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന്റെ സ്നേഹം അനുഭവിച്ചറിയുവാൻ തക്കവണ്ണം നമ്മളെ എല്ലാ ദിവസവും ദൈവം സഹായിക്കുന്നതിനായി കർത്താവിനെ സ്തുതിക്കുന്നു. ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നു. നമ്മുടെ ഓരോ വിഷയങ്ങളിന്മേൽ ദൈവം നമുക്ക് വിടുതൽ നൽകുന്നുണ്ട്. നമ്മുടെ ആരുടെയും പ്രാർത്ഥന കൂടുതൽ കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ആരുടെയും നന്മകൾ കൊണ്ടൊന്നുമല്ല, കർത്താവിന്റെ സ്നേഹമാണ്, കൃപയാണ്. അതിനായി ഓർത്ത് കർത്താവിനെ ഒന്നുകൂടെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. നമ്മൾ വചനം കേൾക്കാനായി പോവുകയാണ്. നമുക്കൊരു വാക്യം വായിക്കാം. ഉൽപ്പത്തി പുസ്തകം അതിന്റെ 1-ാമത്തെ അധ്യായത്തിന്റെ അവസാനത്തെ വാക്യം ഒന്ന് വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 31-ാം വാക്യം അത് ഒന്ന് വായിക്കുന്നു. അവൾ നിർമ്മിച്ചതൊക്കെയും ദൈവം നിരീക്ഷിച്ചു, അവയെല്ലാം വളരെ നല്ലതെന്ന് അവിടെ നിന്ന് കണ്ടു. സന്ധ്യ കഴിഞ്ഞ് ഉഷസ്സുമായി 6-ാം ദിവസം. ഹല്ലേലൂയ. അതേസമയം തന്നെ അതിന്റെ 3-ാമത്തെ അധ്യായത്തിൽ 6-ാം വാക്യം ഒന്ന് വായിക്കുന്നു. ആ വൃക്ഷത്തിന്റെ ഫലം ഭക്ഷിപ്പാൻ നല്ലതും കാഴ്ചയ്ക്ക് മനോഹരവും ജ്ഞാനം നേടാൻ അഭികാമ്യമെന്ന് സ്ത്രീ കണ്ടു. ഓക്കെ, അത്രയും മതി. കണ്ട് സ്ത്രീ ഭക്ഷിച്ചു. ഹല്ലേലൂയ, സ്തോത്രം. അതോടൊപ്പം തന്നെ 2-ാം അധ്യായത്തിൽ അതിന്റെ 3-ാം അധ്യായം തന്നെ ഓക്കെ, അത് പിന്നെ വായിക്കാം. ഫൈൻ. രണ്ട് കാര്യങ്ങളാണ് കാണുന്നത്. ഒന്ന്, ദൈവം എല്ലാം നല്ലതെന്ന് കണ്ടു. 1-ാം അധ്യായം 31-ാം വാക്യത്തിൽ എല്ലാം നല്ലതെന്ന് കണ്ടു. അതായത് ദൈവം സൃഷ്ടിച്ച സകലവും നല്ലതെന്ന് ദൈവം കണ്ടു. നമ്മൾ 1-ാം അധ്യായം വായിക്കുമ്പോൾ ചിലർ പറയുന്നുണ്ട് ദൈവം ചില കാര്യങ്ങൾ നല്ലതെന്ന് കണ്ടില്ല എന്ന് പറയുന്നുണ്ട്. അതായത് 6-ാം വാക്യത്തിൽ പറയുന്നു, വെള്ളങ്ങളുടെ മധ്യ ഒരു വിധാനം ഉണ്ടാകട്ടെ എന്ന് കല്യാണം ചെയ്തു, വെള്ളവും വെള്ളം തമ്മിൽ വേറിട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. അങ്ങനെ അത് ഉണ്ടായ ശേഷം അവിടെ പറയുമ്പോൾ അവസാനം വരുമ്പോൾ നല്ലതെന്ന് കണ്ടില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെയല്ല. അതുപോലെ തന്നെ മനുഷ്യൻ ഉണ്ടാക്കിയ ശേഷവും നല്ലതെന്ന് കണ്ടില്ല എന്ന് പറയുന്നു. പക്ഷെ അതല്ല. അവസാനത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ 30-ാം വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നു, അവിടെ നിർമ്മിച്ചതൊക്കെയും ദൈവം നിരീക്ഷിച്ചു, അവയെല്ലാം വളരെ നല്ലതെന്ന് അവിടുന്ന് കണ്ടു. സ്തോത്രം. അതുകൊണ്ട് ദൈവം നിർമ്മിച്ചതെല്ലാം നല്ലതാണെന്ന് ദൈവം കണ്ടു, ഒന്നും മോശമാണെന്ന് ദൈവം കണ്ടില്ല. ബിക്കോസ് ഉണ്ടാക്കിയ ദൈവമാണ്, മനുഷ്യനല്ല. അതുകൊണ്ട് എല്ലാം നല്ലതാണ്, നല്ലതായിരിക്കും. സ്തോത്രം. ഹല്ലേലൂയ. ഈ നല്ലതെന്ന് കണ്ട ഒരു കാര്യം അല്ലെങ്കിൽ ഒരു വിഷയത്തിന്റെ ഫലത്തെ 3-ാം അധ്യായത്തിൽ ഹല്ലേലൂയ ഒരു മനുഷ്യൻ നല്ലതെന്ന് കാണുന്നുണ്ട്. 6-ാം അധ്യായം ഹവ്വ അത് നല്ലതെന്ന് കണ്ടു, ഭക്ഷിപ്പാൻ നല്ലതെന്ന് കണ്ടു. ഹല്ലേലൂയ, സ്തോത്രം. അതായത് നമ്മൾ 2-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്, അത് കഴിക്കരുതെന്ന് ആദമിനോട് ദൈവം പറഞ്ഞു. അതായത് ദൈവം പറഞ്ഞ എങ്ങനെയാ, അത് ഭക്ഷിക്കരുത്, ഭക്ഷിക്കുന്ന ആളിനെ മരിക്കും എന്ന് പറയുമ്പോൾ ദൈവം അത് ആ ഒരു പ്രവൃത്തിയെ നല്ലതെന്ന് കാണുന്നില്ല, അല്ലേ? അത് ഭക്ഷിക്കുന്ന പ്രവൃത്തി നല്ലതെന്ന് കാണുന്നില്ല. പക്ഷെ 3-ാം അധ്യായത്തിൽ വരുമ്പോൾ ഹവ്വ കാണുകയാണ്, അത് ഭക്ഷിപ്പാൻ നല്ലതെന്ന് കാണുന്നു. അപ്പൊ ഞാൻ പറയാൻ വരുന്നത്, നല്ലത് എന്താണ്, ഈ നല്ലതെന്നുള്ള കാര്യത്തെ കുറിച്ച് പറയാൻ വരുന്നത്. സ്തോത്രം. ദൈവത്തിന് മുമ്പിൽ ഒരു കാര്യം ദൈവം നല്ലതെന്ന് കാണുന്നു. അറ്റ് ദ സെയിം ടൈം മനുഷ്യന്റെ മുമ്പിൽ മനുഷ്യനത് നല്ലതെന്ന് കാണുന്നു. ഈ നല്ലത് തമ്മിലുള്ള എന്താ ഈ നല്ലത് എന്നുള്ള ഒരു ഡിഫറൻസ്. മനുഷ്യന്റെ നല്ലതും ദൈവത്തിന്റെ നല്ലത്. ഹല്ലേലൂയ, സ്തോത്രം. നമുക്കറിയാം ദൈവം നിർമ്മിച്ചതെല്ലാം നല്ലതാണെന്ന് കർത്താവ് കണ്ടു. പക്ഷെ ദൈവം ഒരു കാര്യം മാത്രം പറഞ്ഞു, ആ നന്മകളെ കുറിച്ചുള്ള അറിവിന്റെ ഫലം നീ ഭക്ഷിക്കരുതെന്ന് ആദാമിനോട് പറഞ്ഞു. സ്തോത്രം. അവിടെ ദൈവം ഒരു ക്ലോസ് അല്ലെങ്കിൽ ഒരു കണ്ടീഷൻ വെച്ചിട്ട് പറയാം, അത് മാത്രം കഴിക്കരുത്, ബാക്കിയെല്ലാം നീ കഴിച്ചു. അത് മോശമായി നടന്നല്ല ദൈവം പറഞ്ഞത്. ആ ഫലം മോശമല്ല, അത് ഏറ്റവും മനോഹരമാണ്, ഏറ്റവും നല്ലതുമാണ്. ഹല്ലേലൂയ. പക്ഷെ അത് കഴിക്കരുതെന്നൊരു കാര്യം മാത്രം ദൈവം അവനോട് പറഞ്ഞു. അതുകൊണ്ട് അത് നല്ലതല്ല എന്നൊരു അങ്ങനെ പറഞ്ഞില്ല, കഴിക്കരുതെന്ന് പറഞ്ഞു. പക്ഷെ ആ കഴിക്കരുതെന്ന് പറഞ്ഞ പ്രക്രിയയെ ഇപ്പുറത്ത് മാറി ആ മനുഷ്യന്റെ ഭാര്യയെ ഹൗവ നല്ലതെന്ന് കണ്ടു. മനുഷ്യന്റെ കണ്ണിലും ദൈവത്തിന്റെ കണ്ണിലും ഓരോ കാര്യങ്ങളെ നമ്മൾ കാണുന്ന കാഴ്ചയെക്കുറിച്ചാണ് പറയുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് ദൈവം പലതും നമുക്ക് ചേരുമെന്ന് പറഞ്ഞു, നല്ലതെന്ന് പറഞ്ഞിട്ട് ചേരുന്ന് പറഞ്ഞ കാര്യം അറിയാം. നമുക്ക് ഫോർ എക്സാമ്പിൾ നമുക്കറിയാം, ഈ ഈ വേശ്യാസ്ത്രീയെ കർത്താവിന്റെ അടുത്ത് കൊണ്ടുവന്നപ്പോ പിന്നെ അവര് പറഞ്ഞു, ബഹുമാര് പറഞ്ഞു ഈ സ്ത്രീ വ്യഭിചാരം ചെയ്തു, അവളെ കല്ലെറിഞ്ഞ് കൊല്ലണമെന്ന് പറഞ്ഞു. സത്യം അവര് പറഞ്ഞത് നല്ല കാര്യമാണ്. കാരണം ദൈവത്തിന്റെ കൽപ്പനയാണ്, വ്യഭിചാരം ചെയ്തത് പുരുഷനായാലും സ്ത്രീ ആയാലും അവരെ കല്ലെറിഞ്ഞ് കൊല്ലാണ്. ദൈവത്തിന്റെ ഒരു കൽപ്പനയാണത്. പക്ഷെ എന്തുകൊണ്ടാണ് ദൈവം ഈ കൽപ്പന വെക്കുന്നത് ചോദിച്ചാൽ അതിനൊരു കാരണമുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. ദൈവം ഒരു കൽപ്പന കൊടുക്കുമ്പോൾ അത് നന്മയ്ക്ക് വേണ്ടി ദൈവം ചെയ്യുന്നത്. ഹല്ലേലൂയ. ആ ഒരു വ്യക്തി അത് ചെയ്യാതിരിക്കാൻ വേണ്ടിയാ. ഒരാളെ വ്യഭിചാരത്തിൽ പിടിച്ചു, അല്ലെങ്കിൽ ആ വ്യഭിചാരം ചെയ്ത് പിടിക്കപ്പെടാതിരിക്കാൻ, അല്ലെങ്കിൽ ഈ പറഞ്ഞ ശിക്ഷ അനുഭവിക്കാതിരിക്കാൻ വേണ്ടി അങ്ങനെ ശിക്ഷ വെക്കുന്നേ. മനസ്സിലായോ? ഒരാള് ഒരു തെറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി അങ്ങനെ ശിക്ഷ വെക്കുന്നേ. ഹല്ലേലൂയ. ദൈവത്തിന്റെ മനസ്സ് അങ്ങനെയാണ്. ദൈവം ഒരു ശിക്ഷ വെക്കുമ്പോൾ, ദൈവം ഒരു കാര്യം പറയുമ്പോൾ അത് ചെയ്ത് അതിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയാണ് ദൈവം അങ്ങനെ ഒരു ശിക്ഷ വെക്കുന്നത്. പക്ഷെ മനുഷ്യൻ എങ്ങനെയാണെന്ന് അറിയാമോ? മനുഷ്യൻ ചിന്തിക്കുന്നത് ഈ ശിക്ഷ എങ്ങനെ നടപ്പാക്കാമെന്ന.
സ്തോത്രം. മനുഷ്യനത് ആ ശിക്ഷ നടപ്പാക്കുക നല്ലതെന്ന് കാണുമ്പോൾ ദൈവം ആ ശിക്ഷ അനുഭവിക്കാതിരിക്കാൻ നല്ലതെന്ന് കാണുന്നു. ഞാൻ പറഞ്ഞ മനസ്സിലായോ? വിചാരത്തിൽ ഒരാൾ പിടിക്കപ്പെടാതിരിക്കാൻ വേണ്ടി അദ്ദേഹം ശിക്ഷ കൊടുത്തത്. പക്ഷെ മനുഷ്യൻ അതെന്താ ആ ശിക്ഷ എടുക്കുന്ന എങ്ങനെയാണെന്ന് അറിയാമോ? അത് നല്ലതായി കാണുക, ആ ശിക്ഷിക്കുന്നത് നല്ലതാണെന്ന് കാണുകയാണ്. അതായത് വ്യഭിചാരത്തിൽ പിടിക്കപ്പെടുന്ന ഒരു വ്യക്തിയെ ശിക്ഷിക്കുന്നത് നല്ലതാണെന്ന് കാണുന്നു. മനുഷ്യന്റെ മനോഭാവം അങ്ങനെയാണ്. നമുക്ക് നോക്കാം. ആദാമ് ആദ്യമായിട്ട് ഹലവി സൗവ പഴം കഴിച്ച ശേഷം ആ ദൈവം അവരെ വിളിക്കുമ്പോൾ, അവരെ വിളിക്കുക, ആദാമേ നീ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ ആദാം ഒളിച്ചിരുന്നിട്ട് പറയാ, ഞാൻ നഗ്നാകൊണ്ട് ഞാൻ നിന്റെ അടുത്തേക്ക് വരാൻ വേണ്ടി ഭയപ്പെടുന്നു പറഞ്ഞു. അതെല്ലാം ദൈവം മനസ്സിലാക്കി അവരെ വിളിച്ചു. എന്നിട്ട് ദൈവം ആദാമിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഞാൻ പറയരുന്ന് കഴിക്കരുതെന്ന് പറഞ്ഞ പഴം നീ കഴിച്ചോ എന്ന് ചോദിക്കുമ്പോൾ ആദാമിന്റെ ആദ്യ ഡയലോഗ് എങ്ങനെയാ, നീ എനിക്ക് തന്ന ഈ സ്ത്രീ കാരണം കഴിച്ചെന്ന് പറഞ്ഞു. ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചു നോക്കണം. അതുവരെ, അതായത് ഈ പഴം കഴിക്കുന്നതിന് മുമ്പ് വരെ ദൈവം ആരോടാ പറഞ്ഞ പഴം കഴിക്കരുത്? ആദാമിനോട് ദൈവം പഴം കഴിക്കരുതെന്ന് പറഞ്ഞു. പക്ഷെ ഈ സ്ത്രീ ആ പഴം കഴിച്ചു കഴിഞ്ഞ് ആദാമിന് കൊടുത്തപ്പോ ഒരു വിസമ്മതവും ഇല്ലാതെ, ഒരു പരാതിയും ഇല്ലാതെ, ദൈവത്തിന്റെ കൽപ്പന അറിഞ്ഞിട്ടും ഒരു കുഴപ്പവും ഇല്ലാതെ വാങ്ങി കഴിച്ചിട്ട് ഈ കഴിച്ച ശേഷമാണ് ഇവന്റെ കണ്ണ് തുറന്നത്. അപ്പോഴേ ഇവൻ നന്മകളെ കുറിച്ചുള്ള ആ ഒരു ബോധ്യം ഉണ്ടാകുന്നത്. ഈ ഒരു അറിവ്, അല്ലെങ്കിൽ ഈ ഒരു നല്ലതെന്നൊരു ചിന്ത അവനിലേക്ക് വരും ദൈവത്തിന് അറിയാം. അതായത് ഈ നന്മ എന്ന് പറയുന്നത്, ഈ നല്ലതെന്ന് പറയുന്നത് ഒരു നന്മയല്ലെന്ന് കർത്താവിന് അറിയാമായി. ഞാൻ ഒന്നുകൂടെ പറയും. ഈ നന്മ, ഈ നല്ലതെന്നുള്ള തിരിച്ചറിവ് ഒരിക്കലും നന്മയ്ക്കല്ല എന്നുള്ളത് കർത്താവിന് അറിയാം. അതുകൊണ്ടാണ് ദൈവം പറഞ്ഞത് കഴിക്കരുതെന്ന് പറഞ്ഞത്. സ്തോത്രം. അതായത് ഇത് പഴം കഴിക്കുന്നത് വരെ ഈ പഴം വാങ്ങിച്ച് കഴിക്കുന്നതിന് ആദാമിന് യാതൊരു മടിയുമില്ല. അവിടെ യാതൊരു ഡിസ്പ്യൂട്ടും ഉണ്ടായിരുന്നില്ല, കോൺഫ്ലിക്റ്റ് ഉണ്ടായിരുന്നില്ല, ഒരു വഴക്കുണ്ടായിരുന്നില്ല. പഴം കഴിക്കരുതെന്ന് ആദാം അറിഞ്ഞിട്ട് പോലും ഹവ്വ പഴം കൊടുത്തപ്പോൾ അത് വാങ്ങിച്ച് കഴിക്കുമ്പോൾ അവർ തമ്മിലുള്ള സ്നേഹത്തെയും അവർ തമ്മിലുള്ള യൂണിറ്റിയെയും ഒക്കെയാണ്, അവിടെ ഹാർമണിയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു വഴക്കുമില്ല, ഒരു പ്രശ്നവുമില്ല, എല്ലാം സ്മൂത്താണ്. കഴിക്കരുതെന്ന് പറഞ്ഞ പഴം പോലും ഒരു ചോദ്യം കൂടാതെ വാങ്ങിച്ച് കഴിച്ചിട്ട് ഒരുമിച്ചിരിക്കുന്നു. പക്ഷെ കഴിച്ചു കഴിഞ്ഞിട്ട് ഒരു ചോദ്യം ഉണ്ടായപ്പോൾ പെട്ടെന്ന് വരുന്നത് ഈ നല്ലതെന്നുള്ള, അല്ലെങ്കിൽ നന്മകളെ കുറിച്ച് അതിനെക്കുറിച്ചുള്ള അറിവിന്റെ റിസൾട്ടാണ് പുറത്തേക്ക് വരുന്നത്. മനസ്സിലായി ഞാൻ പറയുന്നത്? ഹല്ലേലൂയ. അതുകൊണ്ടാണ് ദൈവം പറഞ്ഞ് ഈ പഴം കഴിക്കരുത്. കാരണം പലതിനെക്കുറിച്ചും ഇവന്റെ ചിന്തകൾ മാറിപ്പോകും. ദൈവം എങ്ങനെ ആക്കി വെച്ചുവോ, ദൈവം ഇവൻ എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിച്ചുവോ, അതിന് ഓപ്പോസിറ്റ് ആയിട്ട് ദൈവം അവനെ കുറിച്ച് ആഗ്രഹിക്കുന്ന നിലവാരത്തിന് അപ്പുറത്തേക്ക് ഇവന്റെ നന്മകളെ കുറിച്ചുള്ള അറിവിന്റെ റിസൾട്ട് ആയിട്ട് ഇവൻ നല്ലത് മോശം എന്നുള്ള ഒരു കാഴ്ചപ്പാടിലേക്ക് മാറും എന്നുള്ള തിരിച്ചറിവിലാണ് ആ ഉള്ള ഒരു ജ്ഞാനത്തിൽ ദൈവം പറഞ്ഞ കഴിക്കരുത് പറഞ്ഞു. അപ്പൊ അടുത്ത നിമിഷം എക്സാമ്പിളും കിട്ടും. അതിനൊരു ഉദാഹരണം, അല്ലെങ്കിൽ അതിനൊരു സംഭവം ഉണ്ടായി. ആദാം ഈ പഴം വാങ്ങിച്ച് കഴിച്ചു, അതുപോലെ കുഴപ്പമില്ലായിരുന്നു. പഴം കഴിക്കുന്നത് അറിഞ്ഞിട്ടും അത് കഴിച്ചു, ഒരു വഴക്കമില്ലായിരുന്നു, ഒരു കുറ്റപ്പെടുത്തൽ. പക്ഷെ അത് ദൈവം പിടിക്കപ്പെട്ടപ്പോൾ അവനിലെ ആ പഴം കഴിച്ചിട്ടുണ്ടായ ഇഫക്റ്റ്, റിസൾട്ട് പുറത്തു വന്നു. കുറ്റപ്പെടുത്തുക ചെയ്യുന്ന ഹവ്വായി. സ്തോത്രം. മനുഷ്യന്റെ ആ ഒരു സ്വഭാവത്തെ സ്റ്റോപ്പ് ചെയ്യാൻ, അല്ലെങ്കിൽ അതിനെ തിരിച്ചറിഞ്ഞിട്ട് മനുഷ്യൻ നന്മ അല്ലെങ്കിൽ നല്ലത് മോശം എന്നുള്ള ഒരു ഡിസ്ക്രിമിനേഷനിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി കർത്താവ് അങ്ങനെ ചെയ്യുന്നു. ഇപ്പൊ ലോകത്ത് നോക്കിയാൽ നമ്മളെപ്പോഴും പലപ്പോഴും കണ്ടം ചെയ്യുകയും ജഡ്ജ് ചെയ്യുക ചെയ്യുന്നത് നമ്മുടെ ഈ തിരിച്ചറിവ് മൂലം. ഹല്ലേലൂയ. നമ്മുടെ മനസ്സിൽ ആദ്യം നെഗറ്റീവ് ഫീലിംഗ് ഒരു കാര്യം ചിന്തിക്കുമ്പോൾ വരുന്നത്. പ്രത്യേകിച്ച് നമ്മൾ ഒരാള് പ്രസംഗം കേൾക്കുമ്പോൾ തന്നെ നമ്മൾ ആദ്യം പലപ്പോഴും എപ്പോഴും അല്ല കേട്ടോ, പലപ്പോഴും നമ്മൾ അല്പം കുറച്ചൊക്കെ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ നമുക്ക് ആദ്യം മനസ്സിൽ വരുക നമ്മൾ ജഡ്ജ് ചെയ്യുക. പലപ്പോഴും കഴിഞ്ഞ സാരോ പറഞ്ഞിട്ട് പണ്ടൊക്കെ ഈ നമ്മള് എന്താ പറയുന്നത്, പല പ്രശ്നങ്ങളും കേൾക്കുമ്പോൾ നമ്മൾ കേൾക്കുന്നത്, ദൈവത്തിന്റെ വചനം കേൾക്കുന്നത് അത് അറിയാൻ വേണ്ടിയും എന്നോട് സംസാരിക്കുമോ എന്നുള്ള, ദൈവം എന്നോട് സംസാരിക്കുന്ന അറിയാൻ വേണ്ടി ആഗ്രഹത്തോടെ പോയിരിക്കുന്നു. പണ്ടൊക്കെ നമ്മുടെ കുറച്ചു കാലം മുമ്പ്. ഇപ്പോഴത്തെ പ്രശ്നങ്ങളെ നമ്മൾ പോയിരിക്കും എന്തോ അറിയുന്നു, ജഡ്ജിങ് മൈൻഡോടുകൂടിയാണ്. അതായത് ജഡ്ജ് ചെയ്യാൻ, എങ്ങനെ ജഡ്ജ് ചെയ്യാൻ പറ്റുന്നത്, ഇത് എന്ത് പറയുന്നു, ഇത് ഏത് പോയിന്റ്, അങ്ങനെയുള്ള ഒരു മനോഭാവത്തിൽ പലപ്പോഴും നമ്മളല്ല, ഞാൻ ജനറലി പറയും, ആ ഒരു മനോഭാവത്തിലാണ് പോയിരിക്കുന്നത്. പലപ്പോഴും ഇവനെ എവിടെ പിടിക്കാൻ പറ്റും, എന്താ ഈ പറയുന്നത്. കാരണം നമ്മൾ കുറച്ചൊക്കെ പഠിച്ചു, കുറച്ചൊക്കെ അറിഞ്ഞു. അപ്പം അറിഞ്ഞപ്പോ നമ്മുടെ എന്ന് പറഞ്ഞ നന്മകളെ കുറിച്ച് അറിയുന്ന ആ ഒരു മെന്റാലിറ്റി പുറത്തു വന്നു. അപ്പൊ നമ്മൾ പലപ്പോഴും പോയിരിക്കുന്നത് ഇതെന്താ പറയുന്നത്, ജഡ്ജിങ് മെന്റാലിറ്റിയോടെ പോയിരിക്കുന്നത്. പണ്ടങ്ങനല്ല, എനിക്കെന്ത് കിട്ടും കർത്താവ്, എന്നോട് സംസാരിക്കുന്നുള്ളൊരു ആഗ്രഹമായിരുന്നു. പക്ഷെ നമ്മുടെ മനോഭാവം മാറിക്കൊണ്ടിരിക്കുക. അതായത് ഈ മനുഷ്യനിൽ എപ്പോഴും ഇത് പുറത്തു വരത്തില്ല. പക്ഷെ നമ്മൾ പലപ്പോഴും മോസ്റ്റ് ഓഫ് ദി ടൈം നമ്മൾ കൂടുതൽ സമയം ഈ ഒരു നന്മകളെ കുറിച്ച് അറിയുന്നതായ ആ ഒരു സ്വഭാവം, അതായത് നന്മ തിന്മ, നല്ലത് മോശം,
എന്നൊരു മനോഭാവത്തിലേക്ക് മനുഷ്യൻ മാറിക്കഴിഞ്ഞു. ഹാലലൂയ. ശരിക്കും നമ്മള് നല്ലതെന്ന് പറഞ്ഞ് ചെയ്യുന്ന പല കാര്യങ്ങളും പലപ്പോഴും ദൈവത്തിന്റെ മുമ്പിൽ നമ്മൾ അത് പലപ്പോഴും ദൈവത്തിന് തോന്നണമെന്നില്ല. നമുക്ക് ശൗലിന്റെ ഉദാഹരണം എടുക്കാം. അമാലേക്ക് യുദ്ധം ചെയ്യാൻ പോകുമ്പോൾ ദൈവം പറഞ്ഞു അതിലെ ഒന്നിനെ ശേഷിപ്പിക്കരുതെന്ന് പറഞ്ഞു. ഒന്നിനെ പോലും വെച്ചേക്കരുത്, ഒന്ന് കളഞ്ഞേക്കാൻ പറഞ്ഞു. പക്ഷെ ശൗൽ എന്താ ചെയ്തത്? തടിച്ചതിനെയും കൊടുത്തതിനെയൊക്കെ ശേഷിപ്പിച്ചു അല്ലേ? എന്നിട്ട് എന്താ റീസൺ പറഞ്ഞ്? ദൈവത്തിന് യാഗം കഴിക്കാനാണെന്ന് പറഞ്ഞു. നന്മയല്ലേ അത്? നല്ല കാര്യമാണ് ചെയ്തത് അല്ലേ? യാഗം കഴിക്കാൻ വേണ്ടി കുറച്ച് ഇതിനെ മാറ്റി വെച്ചു, എന്തിനാ വെറുതെ കൊന്നു കളയുന്നു? പക്ഷെ നോക്കി, ദൈവത്തിന്റെ മുമ്പിൽ നല്ലതെന്ന് കണ്ടത് ശൗലിന്റെ മുമ്പിൽ നല്ലതായി തോന്നിയില്ല. ശൗലിന്റേതായ ഒരു എന്താ പറയാ ഡിസൈൻമെന്റിൽ ശൗല് മറ്റൊന്ന് തിരഞ്ഞെടുത്തു. പക്ഷെ അപ്പോഴും നല്ലതെന്ന് ശൗലിന് തോന്നിയാണ്. നമുക്ക് തോന്നുമ്പോൾ ശരിയാ, നല്ലതാ. പക്ഷെ ദൈവത്തിന് പലപ്പോഴും നല്ലത് മനുഷ്യന് നല്ലതാവണമെന്നില്ല. മനുഷ്യന് പലപ്പോഴും നല്ലതെന്ന് തന്നെ ചെയ്യുന്ന കർത്താവിന് നല്ലതാവണമെന്നില്ല. അതായത് നമ്മൾ ചെയ്യുന്ന പല പ്രവൃത്തികളും ദൈവത്തിന് മുമ്പിൽ നല്ലതാവണമെന്നില്ല ഞാൻ പറഞ്ഞു വരുന്നത്. പലപ്പോഴും നമ്മള് ചിലപ്പോൾ കുറച്ച് പണം ഒരാൾക്ക് കൊടുക്കുന്നത് നമുക്ക് നല്ലതായിരിക്കും, പക്ഷെ കർത്താവിന് മുമ്പിൽ നല്ലതാവണമെന്നില്ല. അപ്പൊ ചോദിക്കും, കൊടുക്കുക നല്ലതല്ലേ ബ്രദറെ? ഓഫ് കോഴ്സ് നല്ലതാണ്. പക്ഷെ നമ്മൾ എപ്പോഴും കൊടുക്കുക നല്ലതാണോന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ദൈവത്തിന്റെ ഹിതമില്ലാത്ത കൊടുപ്പുകൾ നമുക്ക് നന്മയല്ല മനുഷ്യൻ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ഹാലലൂയ, സ്തോത്രം. അപ്പൊ ഞാൻ വീണ്ടും പറഞ്ഞു, ദൈവം ഒരു കൽപ്പന തന്നെങ്കിൽ, നമുക്കൊരു നിയമം വെച്ചെങ്കിൽ അതൊരിക്കലും നമ്മളത് ചെയ്തിട്ട് അതിലേക്ക് പോയി അതിന് ശിക്ഷ വാങ്ങാൻ വേണ്ടിയല്ല ദൈവം അതിനു വേണ്ടിയല്ല വെച്ചേക്കുന്നത്, മറിച്ച് അത് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ്. പക്ഷെ മനുഷ്യന് പലപ്പോഴും ആ നിയമം ഉപയോഗിക്കുന്നത് എന്താ പറയുക, ശിക്ഷിക്കാൻ വേണ്ടിയാണ്. വ്യത്യാസം അവിടെ ഞാൻ പറഞ്ഞു വന്നത്. ദിവസങ്ങളിൽ നമ്മൾ ചിലത് ചെയ്യുമ്പോൾ നന്മയാണെന്ന് തോന്നുന്നെങ്കിൽ ദൈവത്തിന്റെ ഹിതപ്രകാരം അത് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. അതായത് ദൈവം നല്ലതെന്ന് കണ്ട കാര്യങ്ങൾ പോലും, അതായത് നമുക്കറിയാം ഈ പ്രോസ്റ്റിറ്റ്യൂട്ടിന്റെ കേസിൽ ദൈവം വെച്ച നിയമമാണ്. ദൈവം വെച്ച നിയമമാണ്. നിങ്ങൾ ഇങ്ങനെ ഒരു അറ്റൻഡ് ഉണ്ടായാൽ ആ ആളെ കല്ലെറിഞ്ഞു കൊള്ളണം. പക്ഷെ യേശു കർത്താവ് പറയുന്ന കണ്ടോ, നിങ്ങൾ പാവമില്ലാത്തവരെ കല്ലെറിയട്ടെ. യേശു കർത്താവിന് പറയാമായിരുന്നു, ദൈവത്തിന്റെ നിയമമല്ലേ, ഓക്കെ ചെയ്തേക്കാൻ പറയാം. പക്ഷെ എന്തുകൊണ്ട് കർത്താവ് പറഞ്ഞില്ല? കർത്താവിന്റെ ഉദ്ദേശം, ഒരു നിയമം വെക്കുമ്പോൾ ദൈവത്തിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് അത് ഒരിക്കലും ആ വ്യക്തിയെ ആ നിയമത്തിലൂടെ കടത്തിവിടണമെന്നല്ല. പക്ഷെ മറിച്ച് ആ തെറ്റ് ആ വ്യക്തി ചെയ്യരുത്, അതിനകത്ത് കർത്താവ് നിയമം വെക്കുന്നത്. പക്ഷെ മനുഷ്യൻ അങ്ങനെയല്ല. മനുഷ്യൻ ആ നിയമം ഉപയോഗിക്കുന്നത് ഒരു മനുഷ്യനെ നശിപ്പിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ആ മനുഷ്യൻ ആ നിയമം അപ്ലൈ ചെയ്യാൻ വേണ്ടിയാണ്. ഞാൻ പറഞ്ഞതാണ്, ദൈവം നല്ലതെന്ന് കാണുന്നത് ഹാലലൂയ പലപ്പോഴും നമ്മുടെ മുമ്പ് നല്ലതാവണമെന്നില്ല, മറിച്ച് നമ്മൾ നല്ലതെന്ന് കാണുന്നത് ദൈവത്തിന് നല്ലതാവണമെന്നില്ല. എങ്കിൽ പക്ഷെ ഒറ്റ കാര്യമേ ഉള്ളൂ, നല്ല കാര്യങ്ങൾ ദൈവം നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ദൈവത്തിൽ നിന്ന് കേട്ട് ചെയ്യാൻ തയ്യാറാവുകയാണെങ്കിൽ ഹാലലൂയ, അത് നമ്മുടെ മുമ്പിൽ നല്ലതാണെങ്കിലും അല്ലെങ്കിലും, നമുക്ക് നല്ലതായി തോന്നുന്നെങ്കിലും അല്ലെങ്കിലും, ഹാലലൂയ, കർത്താവിൽ നിന്ന് കേട്ട് ചെയ്യുവാൻ, ദൈവത്തിൽ നിന്ന് കേൾക്കുവാനുള്ള ഒരു ക്ഷമയും ഒരു മനോഭാവം നമ്മളിലുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊന്നും തെറ്റ് സംഭവിക്കുകയില്ല. ഹാലലൂയ, സ്തോത്രം. മനുഷ്യന് മുമ്പിൽ നല്ലതും ദൈവത്തിന് മുമ്പിൽ നല്ലതും തികച്ചും വ്യത്യസ്തമാണ്. പലപ്പോഴും ഒന്നായി ഒരുപോലെ വരാറുണ്ടെങ്കിലും ഹാലലൂയ, നമുക്ക് തോന്നുന്ന പല നല്ല കാര്യങ്ങളും ദൈവത്തിന്റെ ദൃഷ്ടിയിൽ പലതും നല്ലതാവണമെന്നില്ല. ഹാലലൂയ, സ്തോത്രം. നമുക്ക് തോന്നുന്ന നല്ല കാര്യങ്ങൾ നല്ലതാവുന്നതിന്റെ കാര്യം നമുക്കുണ്ടായി പ്രശ്നമാണ്. ആദാമിന്റെ പാവം മൂലം നമ്മളിലേക്ക് വന്നു കയറിയ ആ വിത്തിന്റെ പ്രോബ്ലമാണ്. ഹാലലൂയ, സ്തോത്രം. പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ മാറ്റങ്ങൾ, നമ്മൾ പലതിനെയും നല്ലതെന്ന് കാണുന്നത് നമ്മൾ പുറമേ കാണുന്ന പലതും കണ്ടാണ്. മനുഷ്യന്റെ പുറമേയുള്ള ഒരു സാമ്പത്തിക നന്മകളോ, അല്ലെങ്കിൽ ആ ഫെയർ കോംപ്ലക്ഷനോ, അല്ലെങ്കിൽ പുറമേ കാണിക്കുന്ന പല കോപ്രായങ്ങളോ, അല്ലെങ്കിൽ പല എന്താ പറഞ്ഞ പ്രകടനങ്ങൾ അടിസ്ഥാനത്തിൽ പലപ്പോഴും നമ്മൾ മനുഷ്യനെ വിലയിരുത്തുന്നു. ദൈവം അങ്ങനെയല്ല, ഹൃദയത്തെ നോക്കി വിലയിരുത്തുന്ന വചനം പറയുന്നു. അങ്ങനെയെങ്കിൽ ദിവസങ്ങൾ നല്ലത് എന്താണ് തിരിച്ചറിയുവാൻ, അത് നമ്മുടെ മുമ്പ് നല്ലതാണെന്ന് തോന്നിയാൽ പോലും ദൈവത്തിൽ നിന്ന് കേട്ടിട്ട് നല്ലതാണോ അതോ അത് വേണ്ടാത്തതാണോ എന്ന് ഡിസൈൻ ചെയ്തിട്ട് തിരിച്ച് മുന്നേറുവാൻ തക്കവണ്ണം ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. തുടർന്ന് വിഷയങ്ങൾ പറയാനുള്ള സമയത്ത് വിനിയോഗിക്കാൻ വേണ്ടി ഞാൻ ആഹ്വാനം ചെയ്യുന്നു. സഹായിക്കട്ടെ. സ്തോത്രം.